LifeNet TV presents Crazy Couple, powered by Chavra Institute and Chavra Film School, Kochi. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മതി. എന്നിട്ട് ഒറ്റപ്പാലത്ത് പോയി രണ്ടിനും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞായിരുന്നോ? അല്ല, ഇങ്ങോട്ടുള്ള വരവിന്റെ ഉദ്ദേശം എന്താണാവോ? ഹണിമൂൺ. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ, ചേട്ടയുടെ അടുത്തൊക്കെ ഞങ്ങൾ വരുന്നു. എന്ത് ഞങ്ങളില്ല, ഞങ്ങൾ ഇവിടെ വെക്കേറ്റ് ചെയ്യാ. നിങ്ങൾ ഇവിടെ നിക്കോ പോവോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ചെയ്തോ. അതിന് ചേച്ചി അതൊക്കെ കിട്ടുമ്പോ പഠിച്ചോളും. വാദ്യേട്ടാ നമുക്ക് പോവാം. ചേട്ടാ പ്ലീസ്, എന്താ കാര്യം പണ്ടേലും പോ. പ്ലീസ് ചേച്ചി. പറയല്ലേ? പറയ്. ആദ്യം ഞാനിവളെ പേടിപ്പിക്കാൻ ഒരു കഥ പറഞ്ഞാണെങ്കിലും ഇതിലെന്തോ സംഭവം ഉണ്ടോ? എന്റെ ചീരക്കാട് മുത്തപ്പനാണ്. ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. ഈ ഫോട്ടോ കണ്ട് കുഴപ്പം തോന്നുന്നില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ, ഇതെല്ലാം കൂടെ ഗ്ലാസും കൂടെ പൊട്ടിത്തെറിച്ചു. പിന്നെ പാതിരാത്രിക്ക് അപ്പം ഫേക്ക് വെച്ച് ഒട്ടിച്ച. അതെ, നിങ്ങളൊന്നും ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? കാലഘട്ടം ഏതായാലും ഇതൊക്കെ ഒരു പ്രശ്നം തന്നെയാ. പണ്ട് എന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ ആരും അറിയാതെ അവർ നമ്മെ പിന്തുടരും. ആ യാത്രയിൽ അവർ നമ്മളെയും കൊണ്ടങ്ങ് പോകും. ഒന്ന് പോയേച്ചി. അനി, ഞാൻ റൂമിൽ പോവാ, എനിക്ക് ഫ്രഷ് ആവണം. നീ വരണ്ടോ? ചേട്ടായി, വലിയൊരു പ്ലാൻ സെറ്റാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്. ഈ പ്രേതകഥ കാരണം അതില്ലാതെ ആക്കരുത് പ്ലീസ്. ഈ പ്ലാൻ എന്നൊക്കെ പറയുമ്പോ അയ്യോ, നിന്റെ പ്ലാൻ കേൾക്കാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല. നിന്റെ പ്ലാൻ കേട്ടിട്ട് ആ പ്ലാനിനകത്താണ് ഞങ്ങളുണ്ടെങ്കിൽ നൈസായിട്ട് അതിൽ നിന്ന് എസ്കേപ്പാൻ വേറൊരു പ്ലാൻ ഇടണം. അതുകൊണ്ടാ. അതൊന്നുമല്ല, ഈ കല്യാണം കഴിക്കുന്ന മുന്നേ അവളെ തന്തപ്പടി കാരണം പ്രണയിക്കാനൊന്നും പറ്റിയില്ല. ഇനി വേണം നല്ല റിലാക്സായി റൊമാൻസ് കാണിക്കാൻ. പിന്നെ ഇനിയാണ് ഞാനെന്ന ഇൻഫ്ലുവൻസറിലെ ഹസ്ബൻഡ് വേർഷനിലെ പല ഡയമെൻഷനിലും സാധ്യതകൾ തുറന്നു കാട്ടപ്പെടുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ ഡയമെൻഷൻസിന്റെ സാധ്യത എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് 1 വർഷം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മിനിമം 3 ചൈൽഡ് ബേബീസിനെങ്കിലും അച്ഛനായിരിക്കും ഞാൻ. ലോകമറിയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓണറായിരിക്കും ഞാൻ. അന്നത്തെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ബ്ലൂ ടിക്ക് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കും ഞാൻ. എൻ്റെ കരിയർ ടോപ്പ് നോച്ച്. നല്ല തീരുമാനം. നന്നായി വരും. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ പ്രേതകഥയായിട്ട് വരരുത്. ദിസ് ഈസ് സോ ഡാം സീരിയസ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താടാ? ആ ഗംഗനെ കൊണ്ട് ഇവിടുന്ന് പോകണം. ഒരു സണ്ണി കൊണ്ട് നിങ്ങൾ രക്ഷിക്കാൻ പറ്റത്തില്ല. നമുക്ക് നാളെ പോയ പോരെ? ഇന്നിപ്പം മൂഡ് പോയി. ആദ്യേട്ടാ, ഈ അപ്പൂപ്പനെ കാണാൻ എന്റെ മുത്തച്ഛൻ്റെ അതേ ചായ. നിന്റെ അപ്പൂപ്പന്റെ കിണ്ടി ഇവിടെ വാടി. എന്റെ അപ്പൂപ്പ, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ എന്റെ ആദ്യേട്ടനെ മാത്രം ഒഴിവാക്കി തരണേ. മുതലടച്ചൻ പേടിക്കണ്ട. അവരുടെ പ്ലാൻ എന്താണ് ഞാൻ നോക്കട്ടെ. എൻ്റെ കൈ നിന്നില്ലെങ്കിലേ ഞാൻ മുതലാളിയെ വിളിച്ചോളാം. സോ മുതലാളിയടച്ച ചിൽ. ഓക്കേ. അങ്ങനെ ഏറെ കാലത്തെ ഓട്ടത്തിന് ശേഷം നമ്മൾ കുട്ടിക്കാനം താഴ്വരയിൽ എത്തിയിരിക്കുന്നു. ചേട്ടായിനെ ചേച്ചിനെ കണ്ടത് സർപ്രൈസ് ആയി പോയല്ലേ? അത് പിന്നെ ഞാനും ചേട്ടയും ചെറുപ്പം വരെയുള്ള ബോണ്ടല്ലേ. പിന്നെ നമ്മുടെ കൂടെ 2 ആൾക്കാരുള്ള നല്ലതാ. ഇനി എങ്ങനെ കുരിശം കയറി വന്നാലോ? എന്ത്? അല്ല, നമ്മുടെ അപ്പനെ പെട്ടെന്ന് അങ്ങനെ കയറി വന്നാലോ? നമ്മുടെ കൂടെയും കുറച്ച് ആൾക്കാർ വേണ്ടേ? നിനക്ക് ഈ പറഞ്ഞ ഹൊറർ സെറ്റപ്പിലൊക്കെ പേടിയുണ്ടോ? നീ എൻ്റെ കണ്ണിലോട്ട് നോക്കി, എനിക്ക് ഭയം കാണാനുണ്ടോ? ഞാൻ എത്തിച്ച എനിക്കൊന്നും വിശ്വാസമില്ല. സെയിം പിച്ച്. അല്ല, നമുക്കിനി ഇരുന്നാൽ മാത്രം മതിയോ?
എന്താ ആരാ ഏ താനോ എന്തുവോ സാർ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. മേഡം ഓക്കെ അല്ലേ? മാഡം ഓക്കെയാ. സാർ ക്യാമ്പ് ഫയർ ബാർബിക്യൂ അങ്ങനത്തെ സർവീസ് വേണം എന്നോട് പറഞ്ഞാൽ മതി. 24/7 ഞാനും എൻ്റെ സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. പാതിരാത്രിക്ക് എന്തിനാണോ ക്യാമ്പ് ഫയറും ബാർബിക്യും താനും? സാർ വിത്ത് പ്ലഷർ, കൈൻഡ്ലി ലെറ്റ് മീ നോ ഇഫ് യു വാണ്ട് എനിത്തിങ്. ഞാൻ അറിയിച്ചോളാം. പോടോ. ആരാടാ? മൂടുപോയി. അനി ഡാ അനി ഡാ എനിക്ക് നമുക്കൊരു മോർണിംഗ് വേവ് അടിച്ചിട്ട് വരാം. ഡാ അനി ഒന്ന് എണീക്ക്. ഡാ എണീക്ക്. ശവം. ചേച്ചി ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചേട്ടേ വാ നമുക്കൊരു മോർണിംഗ് വാക്കിന് പോയിട്ട് വരാം. ചേച്ചീനെ വിളിക്കേ. ഒന്ന് പോയി തരാവോ ചേ? റിസോർട്ടിലൊക്കെ വരുന്ന കിടന്നുറങ്ങാനല്ലേ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങാനാണെങ്കിൽ ഇവർക്കൊക്കെ വീട്ടിൽ കിടന്നാൽ പോരായിരുന്നു. എല്ലാവരും കണക്കാം.